ആരാധ്യനേ ആനന്ദമേ ആത്മാവിലേ ജീവാംശമേ ആരാധ്യനേ ആനന്ദമേ ആത്മാവിലേ ജീവാംശമേ എന്നേശുവേ എൻ നാഥനേ എൻ പ്രാണനേ ആരാധന എന്നേശുവേ എൻ നാഥനേ എൻ പ്രാണനേ ആരാധന അഖില ചരാചര സൃഷ്ടാവേ മനമറിയും അറിവിൻ പൂർണ്ണതയേ കൃപചൊരിയും അലിവിൻ കുളിർമഴയേ നിൻ ശരണേ ശരണം തേടുന്നു ആരാധ്യനേ ആനന്ദമേ ആത്മാവിലേ ജീവാംശമേ എന്നേശുവേ എൻ നാഥനേ എൻ പ്രാണനേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നമ്മോടൊപ്പമാകുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എല്ലാവരും ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മുഖത്തപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. മനുഷ്യമക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ പറുദീസയെ സ്വന്തമാക്കുവാൻ നിത്യജീവനെ നൽകുവാൻ സ്വർഗം വിട്ട് മന്നയായി ഇറങ്ങി വന്ന പുണ്യതമ്പുരാനെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഞങ്ങളെ മുഴുവനായിട്ടും അറിയുന്ന പുണ്യതമ്പുരാനെ, നിന്റെ മുന്നിലിതാ ഞങ്ങളായിരിക്കുന്നു. അപ്പാ, ഞങ്ങളെ സ്വീകരിക്കണമേ. അപ്പൻ്റെ സ്വന്തം മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരു യോഗ്യതയുമില്ല അപ്പാ കർത്താവേ, ഒരു യോഗ്യതയുമില്ല നിന്റെ മുന്നിൽ ഈ പ്രഭാതത്തിലായിരിക്കുവാൻ. നീ ഞങ്ങളെ തിരഞ്ഞെടുത്തതാണപ്പാ. ഈശോയെ, അവിടുത്തെ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ടിരുന്ന യൂദാസ്കറിയാത്തോ നഷ്ടപ്പെടുത്തിപ്പോയ അപ്പോസ്തല സ്ഥാനവും ശുശ്രൂഷാ പദവിയും ആരെ ഏൽപ്പിക്കണമെന്ന് അവിടുത്തെ ശിഷ്യഗണം ആലോചിച്ചു. അവിടെ നിപ്രകാരം അങ്ങയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അവിടെ നിന്ന് അറിയുന്നു. കർത്താവേ, നീ ഞങ്ങളെ തിരഞ്ഞെടുത്തു അപ്പാ. ഈ പ്രഭാതത്തിൽ പൂർണ്ണമായി നമുക്ക് അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ചോദിക്കാം. എൻ്റെ ഹൃദയത്തെയും നീ അറിയുന്നു. നിന്റെ മകളെന്ന പദവിക്ക്, നിന്റെ മകനെന്ന പദവിക്ക് എനിക്ക് യോഗ്യതയുണ്ടോ കർത്താവേ? എൻ്റെ ഹൃദയത്തെ ഞാൻ ഒന്ന് ശോധന ചെയ്താൽ അവിടെ എൻ്റെ അപ്പനിരിക്കുവാനുള്ള സ്ഥാനം ഞാൻ നൽകിയിട്ടുണ്ടോ? നിത്യവും പ്രഭാതബലിയിലേക്ക് കടന്നു വന്ന് നിന്നെ സ്വീകരിക്കുമ്പോൾ അപ്പാ, നിനക്ക് എൻ്റെ ഹൃദയത്തിൽ ഇടം ഞാൻ തന്നിട്ടുണ്ടോ? എൻ്റെ ഹൃദയം നോക്കിയാണോ നീ എന്നെ തിരഞ്ഞെടുത്തത്? കർത്താവേ, ഇതാ നിന്റെ മുന്നിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പരിശോധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ രൂപഭംഗി കണ്ടിട്ടല്ല, മനുഷ്യൻ്റെ സൗന്ദര്യമോ ആകാരവടിവോ കണ്ടിട്ടല്ല, അവൻ്റെ സമ്പത്തോ പ്രശസ്തിയോ മഹിമയോ പദവിയോ ഒന്നും കണ്ടിട്ടല്ല അവിടെ നിന്ന് നമ്മെ തിരഞ്ഞെടുത്തത്. അവിടെ നിന്ന് ഒന്ന് മാത്രം നോക്കുന്നു,
നിന്റെ ഹൃദയം വെടിപ്പും വിശുദ്ധിയുമുള്ളതാണോ? സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. കർത്താവേ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്നെപ്പോലെ മുറിയപ്പെടുവാനും പങ്കുവയ്ക്കപ്പെടുവാനും തയ്യാറുള്ള ഒരു ഹൃദയം എനിക്കുണ്ടോ? ഈ പ്രഭാതത്തിൽ നിനക്കൊപ്പം ചേരുവാൻ, നിന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ തക്കവിധം മറ്റുള്ളവർക്ക് വേണ്ടി മുറിയുവാനും പങ്കുവയ്ക്കുവാനും, ബലിക്കല്ലിനോടടുക്കുമ്പോൾ കുതറി മാറാതെ അപ്പാ ഇതാ ഞാനെന്ന് പറയുവാൻ തക്കവിധമുള്ള മനോധൈര്യത്തിന് വേണ്ടി ഈ പ്രഭാതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ച് അപ്പൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് അവനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ക്രൂശിലെ തിരുനീളത്താ എന്നെ കഴുകിയോനേ, ക്രൂശിലെ തിരുനീളത്താ എന്നെ കഴുകിയോനേ, ക്രൂശിലെ തിരുമുറിവാ എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയം കരുണയുടെ ഒരു ദിവ്യരഹസ്യം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ലോകം മുഴുവൻ്റെ മേലും അവിടുന്ന് കരുണയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും കരുണയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദിവ്യരഹസ്യം ഗാനരൂപത്തിൽ നമുക്ക് പാടി നമുക്ക് ദൈവത്തോട് കരുണയാചിക്കാം. നിത്യപിതാവേ, എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവേ, ഈ ദിവ്യരഹസ്യം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ലോകം മുഴുവനെ ഈശോയുടെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവേ, ഞങ്ങളുടെ യുവജനങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ വൈദികരെയും എല്ലാം സമർപ്പിച്ച് കർത്താവേ ഞങ്ങൾ കരുണയാചിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് കരുണയാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ
അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. ഞങ്ങൾ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗ നല്ല പിതാവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഈശോയെ, ഇന്ന് ഈ പ്രഭാതത്തിൽ നിൻ്റെ ഒപ്പമായിരിക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ തന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈശോയെ,
സ്നേഹസമ്പന്ന എൻ്റെ പൊന്നു തമ്പുരാനെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഈ ദേവാലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഓരോ മക്കളും വിശുദ്ധിയോട് കൂടെ ജീവിക്കുവാൻ എല്ലാ കുടുംബങ്ങളെയും അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥ, ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവേ, രോഗത്താൽ ആശുപത്രിയിലും വീടുകളിലുമായിരിക്കുന്ന അനേക മക്കളുണ്ട് കർത്താവേ. ആ മക്കളെ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, നീ തൊട്ടവരും നിന്നെ തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചല്ലോ കർത്താവേ. നിന്റെ കരാങ്കുലി സ്പർശനത്താൽ എല്ലാ മക്കളെ നീ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥ, പല ജീവിത പ്രതിസന്ധികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഈശോയെ, അവിടുന്ന് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവേ, എന്താ പ്രകൃതിക്ഷോഭം മൂലം ഭവനങ്ങൾ നഷ്ടപ്പെട്ട മക്കളുണ്ട് കർത്താവേ. ഈശോയെ, എല്ലാ മക്കൾക്ക് വേണ്ടി നീ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുന്ന് കൂടെ ആയിരിക്കണമേ. പ്രകൃതി കർത്താവേ, അവിടുന്ന് നിയന്ത്രിക്കണമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ പൊന്നു തമ്പുരാനെ, പ്രകൃതിക്ഷോഭം മൂലം ഒരു ജീവനും പൊലിഞ്ഞു പോകുവാൻ നീ അനുവദിക്കരുത് കർത്താവേ. എല്ലാ ഭവനങ്ങളെ അവിടുന്ന് സംരക്ഷിച്ചിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥ, ഇതാ ഇന്ന് ഈ ദിവസം ഈശോയെ സൺഡേ സ്കൂൾ പ്രവേശനമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെയും ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ അവിടെ നിന്ന് ഏറ്റെടുക്കണമേ. നിന്റെ കരം പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ എല്ലാ കുഞ്ഞുമക്കളെ അവിടെ നിന്ന് ഒരുക്കണമേ കർത്താവേ. ദൈവജനം പകർന്നു കൊടുക്കുന്ന ഓരോ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ അറിയുന്നു കർത്താവേ, ഞങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണപ്പാ. കർത്താവേ, സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളെ ഒരുക്കുവാൻ ഞങ്ങൾ ഓരോ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നു തമ്പുരാനെ, ഒരു മക്കൾ പോലും നിന്നെ അറിയാതെ ഈ ലോകം വിട്ടു പോകുവാൻ നീ അനുവദിക്കരുത് കർത്താവേ. ഈശോയെ, നിന്നെ അറിഞ്ഞുകൊണ്ട് നിന്റെ വഴിയെ നടക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുമക്കൾ അവിടെ നിന്ന് ഒരുക്കണമേ. പൊന്നു തമ്പുരാനെ, നിന്നെ അറിയുവാൻ ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങൾ അവിടെ നിന്ന് ഒരുക്കണമേ. നിന്നെ കേൾക്കുവാൻ ഞങ്ങളുടെ മക്കളുടെ കാതുകൾ അവിടെ തുറക്കണമേ. നിന്നെ മനസ്സിലാക്കുവാൻ അവിടെ ഹൃദയങ്ങളെ നീ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈശോയെ, നിന്നെ ഗ്രഹിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണമേ അപ്പാ. ഈ ലോകത്തിന്റെ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ വഴുതി പോകുവാൻ നീ അനുവദിക്കരുത് കർത്താവേ. ഞങ്ങളുടെ മക്കളെ നീ താങ്ങണമേ അപ്പാ. നിന്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുവാൻ ഞങ്ങളുടെ മക്കളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ കർത്താവേ. ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. ദേവാലയത്തെയും ദേവാലയ കൂദാശയോടും കൂടെ ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളുടെ യുവതിവാക്കളെ കർത്താവേ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്ന പൊന്നു തമ്പുരാനെ, ജോലിക്കായി പഠിച്ചിട്ട് കർത്താവേ ജോലിയില്ലാതെ വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട് കർത്താവേ. ആ മക്കളുടെ കണ്ണീരവിടെ തുടയ്ക്കണമേ. അവർക്ക് അനുയോജ്യമായൊരു ജോലി കണ്ടെത്തുവാൻ ഞങ്ങളുടെ എല്ലാ യുവതിവാക്കളെ അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവേ, ഞങ്ങളുടെ ഈ ദേവാലയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായ അനേക മക്കളുണ്ട് കർത്താവേ. അപ്പന്മാരുണ്ട് കർത്താവേ, കുടുംബങ്ങളുണ്ട് കർത്താവേ. നിന്റെ സ്നേഹം അറിഞ്ഞിട്ടും നിന്നെ അനുഭവിച്ചറിഞ്ഞിട്ടും കർത്താവേ നിന്നിൽ നിന്നകന്നു പോയ ഒത്തിരി മക്കളുണ്ട് കർത്താവേ. ഇന്ന് ഈ പ്രഭാതത്തിൽ ആ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ ഏറ്റെടുക്കണമേ കർത്താവേ. നിന്നോടൊട്ടി ചേർന്ന് നിൽക്കുവാൻ ഈ ദേവാലയ കൂദാശയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ ഇവിടെ നിന്ന് ഒരുക്കണമേ കർത്താവേ. അടിയുറച്ച വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഒരുക്കണമേ. നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഓരോ ഭവനങ്ങളിലേക്കും കാറ്റായി തീയായി അഗ്നിയായി അവിടെ നിന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മാവിൽ ജ്വലിക്കുന്ന മക്കളായി കുടുംബങ്ങളായി ഞങ്ങളുടെ ദേവാലയത്തിലെ ഓരോ കുടുംബങ്ങളെ അവിടെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവേ, ഞങ്ങളുടെ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛനെ സമർപ്പിക്കുന്നു കർത്താവേ. അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ദേവാലയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ മക്കളെയും കർത്താവേ തൻ്റെ കരം കീഴിലാക്കി കൊണ്ടുപോകുവാൻ അച്ഛനവിടുന്ന് ശക്തി കൊടുക്കണമേ, ബലം കൊടുക്കണമേ കർത്താവേ. ആത്മാവിൽ നിറഞ്ഞു കർത്താവേ, അനേക മക്കളെ നേടുവാൻ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി
ആരാധിക്കാൻ അനേക മക്കളെ എടുക്കുവാൻ തക്കവണ്ണം നിന്റെ പരിശുദ്ധാത്മാവിനെ അച്ഛൻ്റെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ദേവാലയ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സിസ്റ്റേഴ്സ് ഏറ്റെടുത്തിരിക്കുന്ന യോഗങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ. കർത്താവെ, ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് അണച്ചുകൊണ്ട് ദൈവജനം പകർന്നു കൊടുക്കുവാൻ കർത്താവ് ഞങ്ങൾ ഓരോ മക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ സ്വർഗീയ അനുഭവം തരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ, ഞങ്ങളെല്ലാം ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവെ. അൾത്താര ബാലന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, മത്തായി നിൽക്കുമ്പോൾ തീയിലാണ് ഞങ്ങൾ നിൽക്കുന്നെന്നുള്ളൊരു വലിയ ബോധ്യം ഞങ്ങളുടെ മക്കൾക്ക് നീ കൊടുക്കണമേ കർത്താവെ. ഭയഭക്തിയോട് കൂടെ നിന്നെ ആരാധിക്കുവാൻ കർത്താവെ അൾത്താരിലായിരിക്കുന്ന ഓരോ മക്കൾ അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭക്ത സംഘടനകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ കർത്താവിനെ കൊടുക്കുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ പ്രഭാതത്തിൽ ഞങ്ങളെല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു അപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടക്കാനാകരുതേ, ഓ നീന്തിയിട്ടല്ലാതെ കടക്കാനാകരുതേ. ഈശോയെ, സ്നേഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് അധികമായ അളവില്ലാതെ ഞങ്ങളിൽ നിറയണമേ അപ്പാ. ഞങ്ങൾ ബലഹീനരാണ്, കുറവുള്ളവരാണ് ഈശോയെ. ഇടവകയെ ഈശോയുടെ കരങ്ങളിലേക്ക് ചേർക്കുന്നപ്പാ, ഞങ്ങളെ ബലപ്പെടുത്തി അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഞങ്ങളുടെ എല്ലാ വൈദികരെ സമർപ്പിക്കുന്നു, എല്ലാ ആത്മായ സഹോദരങ്ങളെ, എല്ലാ സിസ്റ്റേഴ്സിനെ സമർപ്പിക്കുന്ന കർത്താവേ, നീ ബലപ്പെടുത്തണമേ. നിൻ്റെ ഈ പരിശുദ്ധാത്മാവ് നിറയണമേ അപ്പ. സഹീവന്മാളികയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, സ്ലേഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് കർത്താവേ, ഞങ്ങൾ ഓരോ മക്കളിലും നിറയണേ അപ്പ. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ സ്കൂൾ ദിനമാണ് കർത്താവേ. ഞങ്ങളുടെ മക്കളിൽ ദൈവമേ മാമോദീസായിലൂടെ കടന്ന പരിശുദ്ധാത്മാവ്, ആത്മീയ ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുഞ്ഞുമക്കളിൽ നിറയണമേ. ഞങ്ങളെല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞ കർത്താവേ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും ബോധ്യം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും ബോധ്യം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിയോഗങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും ബോധ്യം ഉണ്ടായിരിക്കട്ടെ. കരുണാനിധിയായ കർത്താവേ, ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക് നടന്നു നീങ്ങിയ രണ്ട് ശിഷ്യന്മാരോടൊപ്പം ചേർന്ന് നടന്നുകൊണ്ട് വചനം വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. തന്നെ മുറച്ചു നൽകിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. കരുണാനിധിയായ കർത്താവേ, അങ്ങേ ശ്രവിക്കുവാൻ, അങ്ങേ സ്വന്തമാക്കുവാൻ അങ്ങൊരുക്കിയ ഈ സ്വീകാര്യ സമയമാണ് കർത്താവ്. എത്ര മക്കളാണപ്പാ അങ്ങേ സ്വീകരിക്കുവാനായി, അങ്ങയൊന്ന് കേൾക്കുവാനായി, അങ്ങയൊന്ന് കാണുവാനായി ഹൃദയപൂർവ്വം ഈ ആലയത്തിൽ
ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന എത്ര മക്കളുണ്ട് കർത്താവേ. തന്നെ പരിശോധിച്ചുകൊണ്ട് ഈശോടൊപ്പം ചേർന്ന് നിന്ന് യാത്ര തിരിക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ബലപ്പെടുത്തണമേ കർത്താവേ. ഈശോയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവമെന്ന് പറഞ്ഞ കർത്താവേ. ഇന്ന് പല കുടുംബങ്ങൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഈശോയെ സ്വന്തം മക്കളെ പോലും കൊല്ലുവാൻ വേണ്ടി മടിക്കുന്നവരുണ്ട് കർത്താവേ. ഈശോയെ, സ്വന്തം കുഞ്ഞിനെ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ജീവിക്കുന്ന അമ്മമാരുണ്ട് കർത്താവേ. എവിടെയാണ് കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ പറ്റിയ നിലങ്ങളാക്കി മാറ്റിയ ഈശോയെ? പൈശാചിക പ്രവണതകൾ കുടുംബങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ കർത്താവേ. ഞങ്ങളുടെ ഒരു കുടുംബങ്ങൾ പോലും കർത്താവെ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പാ പിതാവേ, നിന്റെ സ്നേഹം ആവോളം അനുഭവിച്ചുകൊണ്ട് ഈ ബലിപീഠത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന കുടുംബങ്ങളാക്കി ഓരോ കുടുംബങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈശോയെ, സ്വർഗത്തെ ലാക്കാക്കി ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ നീ പഠിപ്പിക്കണമേ കർത്താവേ. ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകണമേ കർത്താവേ. ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ വികാര വിചാരങ്ങളെ എല്ലാം അങ്ങ് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം നീ ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നെടുമങ്ങാട് വൈദ്യ ജില്ലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ കഴിവുള്ള കർത്താവേ, ഞങ്ങളെ 29 ദേവാലയങ്ങളെ കൂട്ടായ്മയിൽ ഒരുമിച്ച് വചനം സ്വീകരിക്കുവാനായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചതാണ് കർത്താവേ. ഇവിടെയാണപ്പാ വാണിച്ചുകൾ സംഭവിക്കുന്നത്. അതെല്ലാം ഞങ്ങൾ വൈദിക ജില്ലയിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 12 അപ്പോസ്തലന്മാരെ ശക്തിപ്പെടുത്തിയ കർത്താവേ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പറയുവാൻ പഠിപ്പിച്ച കർത്താവേ, സുവിശേഷത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ, അനേകം മക്കളെ നേടുവാൻ ഞങ്ങൾ വൈദികരെ ബലപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങൾ പരാജിതരാകുവാൻ നീ ഇടയാക്കല്ലേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ. സഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളൊരു സാക്ഷി ജീവിതം നയിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളെ യുവജനങ്ങളെ സമർപ്പിക്കുന്നു. പഠിച്ചിട്ടും ജോലി കിട്ടാത്തത് എന്ത് എന്ന് ചോദിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ ആ മക്കളോടെല്ലാം കരുണയായിരിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മക്കൾ നാളെ പഠന മേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവേ, ഈശോയെ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അങ്ങ് വളർന്നതുപോലെ ഞങ്ങളെ മക്കളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു സാക്ഷ്യ ജീവിതം നയിക്കുവാൻ നീ അവരെ സഹായിക്കണമേ എന്ന് യാചിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളെ സകല നിയോഗങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ഒന്നു ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അഴിയോഴിയും നിർമ്മിച്ച നാഥനെ, അഴിയോഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിനാരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്നു. ആത്മാവിനാരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്നു. എല്ലാവർക്കും മുട്ടിന്മേൽ നിന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമുക്കെല്ലാവർക്കും മുട്ടിന്മേൽ നിന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിയ ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മെ അനുഗ്രഹിക്കാനായി സ്വർഗത്തിൽ നിന്ന് ഇതാ ഇറങ്ങി വരുന്ന ഈ സമയം കർത്താവേ, ഞങ്ങളെ അങ്ങേ ശരണപ്പെടുന്ന കർത്താവേ, ഞങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ കൊടുങ്കാറ്റ് ഞങ്ങൾ ഓരോ കുടുംബങ്ങളിലേക്കും ഈശോയെ നിറയട്ടപ്പാ. ഈ സമയം രാജാവായി അങ്ങ് കടന്നു വരുമ്പോൾ അപ്പാ, സകല ബന്ധനങ്ങളും തകരട്ടെ യേശുനാമത്തിൽ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ അപ്പാ. നിന്റെ രക്തം കർത്താവേ, കുന്തത്താൽ മുറിയപ്പെട്ട നിന്റെ തിരുഹൃദയത്തിലെ രക്തം ഈശോയെ ഈ ദേവാലയത്തിന് ചുറ്റും, ഞങ്ങളുടെ ഭവനങ്ങളിലെ ചുറ്റും കർത്താവേ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആത്മാവേ, ആത്മാവേ, പരിശുദ്ധ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.